എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾക്കിവിടെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും ഇവിടെ ബ്യൂട്ടീഷ്യനെയൊക്കെ കൊണ്ടുവന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഒരുങ്ങുന്നില്ല, ഞാൻ തന്നെ ഒരുങ്ങുന്നേ ഉള്ളൂ. അതെ, ഇവിടെ എല്ലാവരും ഒരുങ്ങുമ്പം ഒരാൾ ഇവിടെ നിന്ന് വണ്ടി കഴുകുക. അതെ, നോക്കി ഇങ്ങോട്ട് നോക്കൂ. ഹലോ ഹലോ. അച്ഛൻ നോക്കുമ്പോൾ ഇവിടെ പരിപാടിയൊന്നും നടക്കുന്നില്ല. പിള്ളേരെല്ലാം ദേ ഒരുങ്ങുന്നതേ ഉള്ളൂ. എന്നാൽ പിന്നെ വണ്ടി ഒന്ന് കഴുകിയിട്ടേക്കാന്ന് വെച്ചു. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ചുരിദാറാണ്. അവരൊക്കെ ഭയങ്കര അടിപൊളി ഡ്രസ്സുകളും ഭയങ്കര മേക്കപ്പും അല്ലേ അച്ഛാ? അവരൊക്കെ ഭയങ്കര മേക്കപ്പും കാര്യം. അതെ, എനിക്കും വേണ്ട. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. തേച്ച് കഴുകുവാണേ. അത് നമുക്ക് വാലറ്റിങ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ. ഈ വെയിലത്ത് നിന്ന് കഴുകണ്ടായിരുന്നു. നല്ല വെയിലാണ് ഗൈസ്, കണ്ടില്ലേ? 34 ഡിഗ്രിയോ? നൈസ്. ഓക്കെ, ഇതേ ഇവിടെ ഒരാൾ ഒരുക്കമാണ് ഗൈസ്. പാവം, ഇത്രയും നേരം വണ്ടിയൊക്കെ കഴുകാൻ പോയി. സൈഡ് ചെയ്യിക്കേ, സൈഡ് താഴോട്ട് ചെയ്യുവൊക്കെ ചേച്ചാ, സൈഡ് താഴോട്ട് ചെയ്യുവൊക്കെ. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ അമ്മയിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അല്ലേ ചേച്ചാ? അതെ അതെ, പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. കുറെ ക്ലിപ്പൊക്കെ കുത്തിക്കയറ്റി പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത പ്രിൻസസ് ഇവിടെയുണ്ട്, കിങ്ങിണി പ്രിൻസസ്. ഇവർക്കെല്ലാം കളർ കോഡൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ആ കളർ കോഡൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ ആഞ്ചല ബേബി. ഇതാണ് എൻ്റെ ആഞ്ചല ബേബി. ഇത് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടോ, ഒരുങ്ങിനായി സുടുപ്പൊക്കെ ഇട്ട്. അയ്യോ, അതിനെ ഒരുക്കുവാണോ ഇനിയും? അമ്മേരി അതേ ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്ന് ആടുക. വെള്ളം വേണോടാ? ജ്യൂസ് വല്ലതും വേണോ? ഓക്കെ ആണോ? ഞാൻ വെറും സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരുക്കമൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. ബ്യൂട്ടീഷ്യനൊക്കെ വന്നാണ് അവരെ ഒരുക്കുന്നത്. മുല്ലപ്പൂവൊക്കെ വെച്ച് അല്ലേ, ഭയങ്കര റെഡിമെയ്ഡ് സാരിയും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ വെറും പിച്ചക്കാരി ഗൈസ്, പിച്ചക്കാരി. പക്ഷെ കുഴപ്പമില്ല അല്ലേ? നല്ലതാണ് കൊച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു കളറാണ്. ഒത്തിരി ആർട്ടിഫിഷ്യൽ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു സിമ്പിൾ എംബ്രോയിഡറി മാത്രമേ ഉള്ളൂ. അടിപൊളിയല്ലേ കൊച്ചു? എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നാ പൊന്നു? ഞങ്ങളുടെ അച്ഛനെ കണ്ടോ ഗൈസ്? എൻ്റെ പൊന്നെ, ഇവിടെ രാവിലെ തുടങ്ങിയതാണ്. എന്തൊക്കെയാ ഇട്ടേക്കുന്നതെന്ന് നോക്കിയേ നിങ്ങൾ. കണ്ടോ, ബ്യൂട്ടീഷ്യനാണ് ഒരുക്കിയത്. അയ്യോ, എന്നെ ചവിട്ടാതെ. കുറേ ഊഞ്ഞാലിയിൽ എന്നെ ചവിട്ടുന്നു. കണ്ടോ, ഫുള്ള് തിളക്കമാണ് ഗൈസ്, മിന്നി തിളങ്ങി നിൽക്കുവാണ്. കല്യാണപ്പെണ്ണ് മാറിപ്പോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇനി മേളിൽ നിന്ന് ആൾക്കാർ വരാനുണ്ട്. ഞങ്ങളുടെ ഈശ തന്നെയാണ് ഒരുങ്ങിയത് ഗൈസ്. അടിപൊളിയായിട്ട് ഒരുങ്ങി സെറ്റായിട്ട് ഇവള് തന്നെയാണ് കേട്ടോ ഒരുങ്ങിയതും ഒക്കെ. നല്ല സെറ്റായിട്ടില്ലേ? ഈശയുടെ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇവിടെ തിളങ്ങുവാണ്. ഇവർക്ക് കളർ കോഡൊക്കെ ഉണ്ട്, നോക്കിയേ. ഫോട്ടോ എടുക്കാനൊക്കെ ആൾ വന്നു, എന്നിട്ട് പുള്ളി വെച്ചു പിടിച്ച് പോകുന്നുണ്ട്. ഞങ്ങളുടെ ശിവാമണൻ ഒരു ഹായ് പറഞ്ഞേരെ. ഹായ്. അത്ര ബഹുമാനം വേണ്ട. അതേടെ, കളർ കോഡില്ലെന്ന് പറഞ്ഞിട്ട് ശിവാമണനും കളർ കോഡൊക്കെ ഉണ്ടല്ലോ. ആ, ഈ ഷർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം കളർ കോഡാണ് ഗൈസ്. എനിക്കും എൻ്റെ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ കളർ കോഡ് ഇല്ലാത്തതേ, ഈ മനുഷ്യനും. ഇവിടെ ഫോട്ടോഗ്രാഫറെയൊക്കെ പറഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് അച്ചു. എൻ്റെ പിള്ളേർ രണ്ടുപേരും ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഒരാൾ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നു റെഡിയായിട്ട്. എല്ലാവരും റെഡിയായി വരാനുള്ള അക്ഷമയായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം ഊഞ്ഞാലാടാൻ തീരുമാനിച്ചു. ഒരു മിനിറ്റ്, ഇത് ഞങ്ങളുടെ മാഹിൻകുട്ടനാണ് കേട്ടോ, എൻ്റെ ഏറ്റവും ഇളയക്കാട മോന്. ഞങ്ങളുടെ പിള്ളേരതേ, ഞങ്ങളുടെ അമ്മനാച്ചി, ഞങ്ങളെല്ലാവരും പിള്ളേരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. ആ മാഹിന അങ്ങനെ ഇരിക്കുക. ഗുഡ് ബോയ്. പാത്തു റെഡിയായി വന്നു. ഇവർ ഭയങ്കര മേക്കപ്പും ഭയങ്കര ഡ്രസ്സും. ഇവരുടെയാണോ കല്യാണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഗായ്സ്. മൊത്തത്തിൽ ഒരുങ്ങി തിളങ്ങി നിൽക്കുക അല്ലേ. ഇത് എൻ്റെ ഇളയ അക്കായും ഹസ്ബൻഡുമാണ് കേട്ടോ. ഫൈനലി ഇതേ മിനിയക്കായും റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ഇവര് സുന്ദരികളായിട്ടിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഏറ്റവും കൂടുതൽ ബ്യൂട്ടീഷ്യനെ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചത് ഇവരാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്യാറുന്നു. ഇവിടെ എല്ലാരും കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ടീമായിട്ട് ദേ എല്ലാരും ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ ആഞ്ചല ബേബിയെ കണ്ടോ? എൻ്റെ അമേലിയ ബേബി. അങ്ങനെ കല്യാണത്തിനിടയ്ക്ക് വെച്ചിട്ട് ബിസ്മി വന്നു കേട്ടോ. ബിസ്മിയെ അപ്പം ഞങ്ങൾ രാവിലെ എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുവാണ്. ബിസു ആ സമയത്തില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ. അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളുടെ സുജിത്ത് വിളിച്ചു. സുജിത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞങ്ങളുടെ വ്ളോഗിലൊക്കെ ഉണ്ട്. അയർലൻഡിൽ നിന്ന് അവരും ലീവിന് വന്നാണ്. കല്യാണം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുവാണ്.
അല്ലേ? കല്യാണം കൊണ്ട് ക്ഷീണിച്ചു. ചൂടാണ്, ഒരു രക്ഷയില്ലാത്തല്ലേ അച്ഛാ? ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. ഭയങ്കര ചൂട് പറഞ്ഞാൽ 34-35 ഡിഗ്രി ചൂടാ. ഡിസംബർ ആയിട്ട് ഇവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ടോ? അല്ല, മറ്റേ വീട് ഭയങ്കര ചൂടാണോ? ആ, അവിടെ അത്രയും ചൂടില്ല അമ്മയില്ല. ശരിയാ, ഭയങ്കര ചൂടല്ലേ? ഇവിടെ നല്ല ചൂടാണ്. ഇത്രയും ചൂടൊന്നുമില്ല. ഇല്ല ഇല്ല, മിടുക്കിയായി ഇടുക്കിയിലല്ലേ. അതിൻ്റെ കൂടെ കറണ്ടും പോയി ഗൈസ്. ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയതേ കറണ്ട് പോയി. നല്ല ഫുഡായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു. നല്ല ചോറായിരുന്നോ? അമേലിയ അതെ, മുല്ലപ്പൂവൊക്കെ ഇപ്പോഴും തലയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അക്കാമാരൊന്നും ഇനി വന്നില്ല. എൻ്റെ ഏറ്റവും ഇളയ അക്കായും പിള്ളേരും ഹസ്ബൻഡും വന്നു. നീയൊക്കെ ഒന്നും വന്നില്ല. ഞങ്ങൾ പറഞ്ഞു അവർ പെണ്ണും ചെറുക്കനും ഇറങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ പോവാ, നിങ്ങൾ അവരെയൊക്കെ ഇറക്കിയിട്ട് വന്നാൽ മതിയെന്ന്. കല്യാണത്തിന് അടിച്ച് കയറ്റി പെറുക്കിയതേ. നിന്റെ മുഖത്തൊരു ക്ഷീണവും ഇല്ലടി, ആരുടെയും മുഖത്തൊരു ക്ഷീണമില്ല. അത് സാരമില്ല, മുടി അയച്ചായിരുന്നു പറഞ്ഞത് കെട്ടി വെക്കുന്നു. കെട്ടി വെക്കണ്ട, കെട്ടി വെക്കേ വേണ്ട. അതേ ഏറ്റവും കൂടുതൽ ഇവിടെ ക്ഷീണിച്ചേക്കുന്ന അച്ചുവാണ്. അച്ചു മടുത്ത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗൈസ് കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അതിനുശേഷം ഇവിടുന്ന് കുറേ പേര് വീണ്ടും പോകുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ പോകുന്നത്? അടുക്കള കാണാൻ. ഇവരെല്ലാം വീണ്ടും, ഇവർക്കൊരു മടുപ്പും ഇല്ലെന്നുള്ളതാണ്. ഇവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇവരുടെ റുട്ടീനാണ്. ഇവർ തിങ്കൾ തൊട്ട് വെള്ളി വരെ ജോലി ചെയ്യും. ശനി ഞായറും ഇങ്ങനെ കല്യാണത്തിന് പോവും. മൈ ബേബീസ് നിങ്ങൾ ഇവിടെ ഇരിക്കുവാണെങ്കിൽ അമ്മ പോകുന്നില്ല, ഇവിടെ ഇരുന്നോ ഞങ്ങളുടെ കൂടെ. അടുത്ത ആൾ ഇവിടെ ഒരുങ്ങി ഇറങ്ങി. പാത്തു, എനിക്ക് രാവിലത്തെ നിന്റെ സാരിയെക്കാളും ഇഷ്ടപ്പെട്ട ഇതാ. അവസാനം എല്ലാവരും പോയി ഗൈസ്, ഞാനും നോബിനും മാത്രമായി. ഞങ്ങൾ പോകുന്നില്ല പറഞ്ഞല്ലേ. ഞങ്ങളെ വിളിച്ചാണ് അവർ, ഞങ്ങളെ കാലേ വീണ് വിളിച്ച്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മടുത്തു, ഇവിടെ ഭയങ്കര ചൂടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ആ കല്യാണത്തിന് പോയിട്ട് വന്ന് തന്നെ ഞാൻ മടുത്ത്. ഞങ്ങളെല്ലാവരും കിടന്ന് പൂക്കുറ്റി ഉറക്കമായിരുന്നു. അപ്പോൾ അവർ പിള്ളേർ പോകുന്നു പറഞ്ഞു. അപ്പോൾ അവരെ ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ കൂടെ വിട്ടു. ഞങ്ങൾ ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ റഹുവക്കായും പാർട്ടിയും ദേ ഇപ്പോൾ പോയതേ ഉള്ളൂ. അവർ ഉച്ചയ്ക്ക് വന്നല്ലേ അച്ഛാ? അപ്പം അങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ഇന്ത്യയിലെ ഹോളിഡേയ്സ്. ഇങ്ങനെ കല്യാണം അച്ഛൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ. എത്ര ദിവസമായിരുന്നു വെച്ചാൽ ഞങ്ങൾ ക്രിസ്മസിന് 24-ാം തീയതി പോയി. എന്നിട്ട് ഞങ്ങൾ ഇന്നലെയാണ് തിരിച്ചു വന്നത്. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഡേറ്റ് അറിയത്തില്ല. ഇന്നലെ എന്ന് പറയുമ്പോഴത്തേനും അതെ 28-ാം തീയതി തിരിച്ചു വന്നു. ഇനി ചിലപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് പോകായിരിക്കും. അവിടെ പള്ളിയിലെ പെരുന്നാളുണ്ട്. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്, അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. പല്ലിൻ്റെ കുറേ ശരിയാക്കാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. ഇനി അമേലിയുടെ ആഞ്ചലാടെയും കാത് കുത്തണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം എനിക്കറിയാം ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് പേര് ഞങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യുന്നുണ്ട്. കമൻസിനൊക്കെ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പം മാക്സിമം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു രീതിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ചെറിയ വീഡിയോസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്നത്. ഫാമിലിയുടെ കൂടെയൊക്കെ ഞാൻ ചെയ്ത വീഡിയോസൊക്കെ 6 മിനിറ്റ്സും 5 മിനിറ്റ്സും ഒക്കെ ഉള്ളൂ. കാരണം ഞങ്ങൾ മാക്സിമം അവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് പറ്റുന്ന ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.